FCRA ഭേദഗതി ബില്ല് വന്നതോടുകൂടി ഈ ക്രൈസ്തവ സഭകൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്ക് കുറച്ച് പേടി വന്നു. അതായത് അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഇതിങ്ങനെ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇങ്ങനൊരു ബില്ല് വന്നതും ഒക്കെ വലിയ രീതിയിൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഈ വരാൻ പോകുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FCRA ബില്ല് എന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ് നേരത്തെ മുതൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് FCRA ബില്ല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് എന്ന് പറയും. അതായത് നമുക്ക് വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ്. ഈ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഇതിനൊരു ലൈസൻസ് ആവശ്യമാണ്. അതിപ്പം നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദുക്കൾ, പിന്നെ ക്രിസ്ത്യൻ, മുസ്ലിംസ് തുടങ്ങിയ ഇവർക്കെല്ലാം, പിന്നെ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ സന്യാസി മഠങ്ങൾ, ഇവർക്കൊക്കെയും ഈ പറയുന്ന പോലെ FCRA ലൈസൻസ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ FCRA ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിദേശത്ത് നിന്നും ഫണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ അമെൻമെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ FCRA പിന്നെ ഈ ലൈസൻസ് പുതുക്കാം അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെടാം. ഇങ്ങനെ പരിപാടിയുണ്ട്. ഈ FCRA ലൈസൻസ് നമ്മൾ പുതുക്കാനൊരു കാലതാമസം നേരിട്ടു അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ലൈസൻസ് നമുക്ക് വീണ്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാലയളവ് ഉണ്ടാവും. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ നമ്മൾ ഈ ലൈസൻസ് പുതുക്കിയെടുക്കണം. അല്ലാത്ത പക്ഷം ഈ ഇത്രയും കാലയളവിൽ ഒരു സർക്കാരിൻ്റെ ഒരു നോമിനി അതോറിറ്റി എന്ന് പറയും, ഒരു നോമിനി ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്ന എവിടേക്കാണ്? വിദേശത്ത് നിന്ന് നമ്മുടെ ക്രിസ്തീയ സഭകളിലേക്ക് ഫണ്ടുകൾ ധാരാളമായി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ക്രിസ്തീയ സഭകളാണ്. പിന്നെ ഒന്ന് മുസ്ലിങ്ങൾ, അവരിലേക്കും ഈ പറയുന്ന വിദേശത്ത് നിന്നും ഈ എന്ന് വെച്ചാൽ സംഭാവനയായിട്ട് ഫണ്ട് എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇലീഗലല്ല, ലീഗലി അവർക്ക്. അതുകൊണ്ടാണ് ഇത് ലീഗൽ എന്ന് പറയുന്നത്. ഈ നിയമത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ്, FCRA എന്ന് പറയുന്ന ഈ ആക്ടിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ലീഗലായി മാറുന്നത്. ഇപ്പം ഇവിടേക്ക് വരുന്ന ഫണ്ട് പലപ്പോഴും ഈ ഇവിടെ വന്നിട്ട് നിർബന്ധിത മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വേറൊരു ട്രാക്ക് കൂടിയുണ്ട് ഇതിനകത്ത്, വേറൊരു വശം കൂടിയുണ്ട്. ഇതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാം, ഇതിൻ്റെ പേരിൽ വേണമെങ്കിലും ഇവരെ പൂട്ടിക്കെട്ടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു നോമിനിക്ക്, സർക്കാരിൻ്റെ ഒരു നോമിനിക്ക് ഇത് നോക്കി നടത്താനുള്ള അവകാശം കൊടുക്കും. ക്രമേണ വേണമെങ്കിൽ ഇത് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. അതായത് ഈ പറയുന്ന ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ചെറിയ ചെറിയ മഠങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ വരും. ഇത് ഇവിടേക്കും വിദേശ ഫണ്ട് വന്നില്ല, അവരുടെ FCRA ലൈസൻസ് പുതുക്കുകയോ റദ്ദ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നേരെ കൈവശം പോവുകയും ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ ഇവർ ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈസൻസ് പുതുക്കുന്നതിന് ഒരു സമയപരിധി, ഒരു നിശ്ചിത സമയപരിധി എന്ന് പറയുന്നുള്ളൂ. എന്നാൽ ആ നിശ്ചിത സമയപരിധി എത്രയാണ്? ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 6 മാസം എന്ന് ഒരു ക്ലിപ്തതയില്ല, എന്ന് വെച്ചാൽ വ്യക്തതയില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കുള്ള പ്രശ്നം അതാ, ഇതിനകത്തൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം ഒരാഴ്ചയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ 6 മാസം എന്ന് പറയുന്ന സമയമാണെന്നുണ്ടെങ്കിലും അവർക്കറിയാമല്ലോ 6 മാസത്തിനകത്ത് പുതുക്കിയാൽ മതി. പക്ഷേ ഈ നിശ്ചിത സമയം എന്ന് പറയുന്നത് 2 ദിവസമാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്ക് ആ സമയം തന്നെ ഇത് ഏറ്റെടുക്കാം. ക്രമേണ ഈ ഏറ്റെടുത്തിരിക്കുന്നത്, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പം ചില സംഘടനകൾ ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എന്താ പറയുക, ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തും ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ച്. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ഒരു ഭാഗികമായ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഇത് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഇത് ഈസി ആയിട്ട് പള്ളി ആയിക്കോട്ടെ, പിന്നെ ചർച്ചുകളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതവർക്ക് ഏറ്റെടുക്കാനുള്ള സർവ്വമാനവിധ അധികാരവും ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ FCRA എന്ന് പറയുന്ന ഒരു ആക്ട് പ്രകാരം. ഇനിയും ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ അത് പാസ്സാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എന്തിനാണ്? അപ്പം ഇവിടെ വരുന്ന ക്രിസ്തീയ വോട്ടുകൾ എന്ന് പറയുന്ന ക്രിസ്തീയരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ് BJP, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BJP ഇപ്പം ഇത് പിന്നെന്താ പറയുന്നത് പുതിയ ഒരു ഔട്ട്റീച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ BJP എന്തിനാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. കാര്യം അത്രയ്ക്ക് മണ്ടന്മാരാണോ BJP? ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞ ഉടനെ BJPക്ക് നെഗറ്റീവ് ആവുമെങ്കിൽ എന്തുകൊണ്ടാണ് BJP ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള പല ക്രിസ്തീയ സഭകളും BJPയോട് ആഭിമുഖ്യം കാണിക്കുന്നത്? എല്ലാവരും പറയും വഖഫ് സമരം, മുനമ്പത്ത് നടന്ന വഖഫ് ബോർഡിന്റെ സമരം, ആ മുനമ്പ് സമരമാണ് ക്രിസ്ത്യാനികളെ ഇതിലേക്ക് ആകർഷിച്ചത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ബേസിക് ആയിട്ടുള്ളൊരു സാധനം ഈ FCRA എന്ന് പറയുന്ന സാധനം തന്നെയാണ്.
അതായത് ഇവർക്ക് ക്രൈസ്തവ സഭകൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം വിദേശത്ത് നിന്ന് കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്, സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബില്ല് കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ ആൾക്കാരുടെ ഇടയിലേക്ക് കേക്കുമായിട്ട് പോകുന്നത്. അല്ല, വേറൊന്നും അല്ല. നമ്മൾ വിചാരിച്ചെന്തോ ഇവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണെന്നോ? അല്ല, ക്രിസ്ത്യാനികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്താ BJP അങ്ങ് അംഗീകരിച്ചേക്കുന്നത്? അവർക്ക് പിന്നെ BJP നയങ്ങളോട് വല്ലാത്ത ആകർഷകത്വം ഉണ്ടായിട്ടാണോ? അല്ല, അവർക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ. ഈ FCRI എന്ന് പറയുന്ന, ഇപ്പം ഇവിടെ FCRI ഇങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വിദേശത്തേക്ക് അവിടെയുള്ള നമ്മൾ മലയാളികളെ സഹായിക്കാൻ പോലും നമുക്ക് പറ്റില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ ഈ ഒരു ഈ പറയുന്ന ഈ ഒരു ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്ന് ഞങ്ങളെ കഷ്ടത്തിലാക്കല്ലേ പൊന്നേമാനെ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന BJPക്കാര് ഇപ്പോൾ ഈ പിന്നെ BJPയുടെ ഒപ്പം ഈ ക്രിസ്ത്യൻസ് നിൽക്കുന്നത്. സംഭവം സിമ്പിളാണ്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്തിനാ വെച്ചിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്ക് തിരിച്ചടിയാകില്ലേ? ഇല്ല. എങ്ങനെ BJPക്ക് തിരിച്ചടിയാകുന്നേ? ഇത് BJPക്ക് നേട്ടമാണ് ഇങ്ങനെ ഒരെണ്ണം കൊണ്ടുവെക്കാൻ പോകുന്നത്. ചോദിക്കാൻ വരുമായിരുന്നു BJP ഇത് എങ്ങനെ BJP ഇത് പോസിറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ BJPയിൽ ഇരിക്കുന്ന ഈ അമിത്ഷാ അടക്കം ഉള്ളവർ എത്ര മണ്ടന്മാരാണോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും ഈ പെട്രോളിന്റെ ഡീസലിന്റെയും വില അത് ഇത് ചെയ്യാനുള്ള അവകാശം ഇവർക്കാണ്, അതായത് എണ്ണ കമ്പനികൾക്കാണ്. പക്ഷെ എന്നാലും ഇവിടെ വില കൂടത്തില്ല. മറ്റേത് നമുക്ക് ദിവസം തോറും വില കൂടിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നേ. 1 രൂപ 20 പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് വില കൂടിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ട്. നമ്മൾ വാർത്തയെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടാത്തത്? അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുവച്ചാൽ ഉറപ്പായിട്ടും BJPക്ക് ഫുൾ സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ? നമ്മൾ വോട്ട് ചെയ്ത് അവർക്ക് അധികാരം കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ FCRI ബില്ലിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവർ മാറ്റം ഉണ്ടാക്കില്ല, അമെൻമെന്റ് കൊണ്ടുവരില്ല എന്ന് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ BJPക്ക് സഭകളിൽ നിന്നും മുസ്ലിം സംഘടനകളിൽ നിന്നുമൊക്കെ പിന്തുണ ലഭിക്കുക. സിമ്പിളായിട്ടുള്ള ലോജിക്ക്. അതുകൊണ്ടാണ് BJP ഈ സമയത്ത് തന്നെ FCRI ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ് ഇതിനകത്ത്. ഇതെല്ലാം വീണു പോകും, സ്വാഭാവികമല്ലേ? ഇപ്പൊ അവരുടെ പിന്നെ ഒരു ദേവാലയം തന്നെ തകർന്നു പോകും. അത് BJP പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആലോചിച്ച് നോക്കി. അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യും? ഈ പല NGOകളുണ്ട്. ഇനി ഹിന്ദു സംഘടനകളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദു സംഘടനകളെയും ബാധിക്കില്ല. വിദേശ ഫണ്ട്, ഇപ്പം ചില പിന്നെ മഠങ്ങള്, ഈ മഠങ്ങൾ വിദേശ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്ന മഠങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാതാ അമൃതാനന്ദമയി മഠം. അവിടങ്ങളിലൊക്കെ വിദേശ സഹായമുണ്ട്, ഫണ്ട് വരുന്നുണ്ട്, അതായത് ഒരു സംഭാവന എന്നുള്ള നിലയിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം പിടിവീഴും. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ, ഇപ്പൊ പള്ളികളടക്കം, അതുകൊണ്ടാണ് ജോസ് കെ മാണി ചോദിച്ചത് ഇനി കുർബാനയൊക്കെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ട് വേണ്ട കുർബാന കൊള്ളേണ്ടി വരുമോ എന്ന് ചോദിച്ചതിന് കാരണം എന്താ? നാളെ ഈ പറയുന്ന ക്രിസ്തീയ ദേവാലയങ്ങളെല്ലാം ഈ പറയുന്ന BJPയുടെ കയ്യിലേക്ക് എത്തും. ഇനി ഇതെല്ലാം എത്തിപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ദോഷകരമായ മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിപ്പോകാൻ പോകുന്നത്. ഈ ജോസ് കെ മാണി ചോദിച്ച ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻസിന് പിന്നെ നരേന്ദ്രമോദിയുടെ പറ്റുചീട്ട് വേണം അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഗ്രാജുവലി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ കയ്യിലാണ് പവർ ഇരിക്കുന്നത്. ഏത് നിയമവും ഇവിടെ നടപ്പിലാക്കാനും ഏത് നിയമത്തിന് ഒരു അമെൻമെന്റ് ഉണ്ടാക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു ശക്തിയായി, ഒരു പവറായിരിക്കുന്നത് BJP ആണ്. കോൺഗ്രസ് അതിന്റെ 7 അയലത്ത് വരുത്തില്ല. കോൺഗ്രസ് ഇനി ആ പരിസരത്തേക്കേ പോലും വരില്ല. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം അവർ കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമത്തിന്റെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. ജോസ് കെ മാണി ഭയന്നതുപോലെ ചില കാര്യങ്ങൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ രാജ്യത്ത് സംഭവിക്കാനും സാധ്യതയുണ്ട്.